നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എന്റെ 25ാമത്തെ വയസ്സിലാ ഞാൻ അവൾ എന്ന ലക്ഷ്യത്തെ നോക്കി സഞ്ചരിച്ചു തുടങ്ങിയത്. ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച ഇന്നും എന്റെ കൺമുമ്പിൽ ഒരു ചന്ദ്രബിംബം കണക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അയാൾ ആ ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് വാചാലനായി. അന്നൊരു കാർത്തിക ദിവസമായിരുന്നു. ആകാശദീപങ്ങൾ മനം നിറച്ചൊരു നാൾ. അന്ന് പരസ്പരം മത്സരിച്ച് കത്തിജ്വലിക്കുന്ന 1000 മൺദീപങ്ങൾക്ക് നടുവിൽ ഒരു വെൺമേഘക്കൊടി പോലെ പ്രഭചൊരിയുന്നവളെ ആദ്യമായി ഞാൻ കണ്ടു. അവൻ ആ നിമിഷത്തെ മുന്നിൽ കണ്ടെന്ന പോലെ പറഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകളിൽ അവിടെ ആ രൂപ ആവാഹിച്ചു. എന്നാൽ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. അതിനേക്കാൾ ശക്തിയിലെ അയാളുടെ കണ്ണുകൾ അതേ എടുത്തു വെച്ച് തന്നെ അവൾ അവസാനമായി കണ്ടത് ഓർത്തതും വ്യാസൻ തന്നെ മിഴികൾ വലിച്ചു തുറന്നു. കനൽ കെട്ടടങ്ങിയ കണ്ണുകളിൽ വീണ്ടും പ്രതികാരത്തിന്റെ കനലുകൾ എരിഞ്ഞു തുടങ്ങി. അതൊരു ജ്വാലയായി രൂപാന്തരം കൊള്ളുമെന്ന് തോന്നിയ നിമിഷം ആ കണ്ണുകളെ ഒന്ന് ഇറുക്കിയടച്ചു തുറന്നുകൊണ്ട് ആരെയും വകവെക്കാതെ അവിടുന്ന് പുറത്തേക്ക് പോയി. തപസ്വി. അവന്റെ ചുണ്ടുകൾ ആ പേര് ശബ്ദമില്ലാതെ മന്ത്രിച്ചു. ആ പേര് ഉച്ചരിക്കുമ്പോൾ മാത്രം കാഠിന്യം നിറഞ്ഞ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്തൊരു വാത്സല്യവും നൊമ്പരവും നിറഞ്ഞു നിന്നു. ലക്ഷ്യങ്ങളില്ലാതെ ഉത്തരവാദിത്തങ്ങളില്ലാതെ കാറ്റത്ത് പറക്കുന്ന കരിയില പോലെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവന്. അന്ന് ആ കാർത്തിക വിളക്കിന്റെ പൊൻപ്രഭയിൽ 1000 മൺചിരാതുകൾക്കിടയിൽ അവളെ കണ്ട ആ നിമിഷമാണ് വ്യാസൻ എന്ന മനുഷ്യൻ ജനിക്കുന്നത് തന്നെ. സ്വർണ്ണ നിറമുള്ള കസവ് സാരിയുടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞ് കൈകളിലെ മൺചിരാതിലെ വെളിച്ചത്തേക്കാൾ ശോഭയോടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയുമായി നിന്നവൾ ആ ഒറ്റ നോട്ടത്തിൽ തന്നെ അവന്റെ ഹൃദയം അവളുടേതായി കഴിഞ്ഞിരുന്നു. അതൊരു വിചിത്രമായ പ്രണയമായിരുന്നു. വാക്കുകൾക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ഒരക്ഷരം പോലും അവർ പരസ്പരം സംസാരിച്ചിരുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാനോ അവളുടെ കൈപിടിച്ച് നടക്കാനോ അവർ ശ്രമിച്ചിട്ടില്ല. പകരം അവരുടെ പ്രണയം മൗനത്തിന്റെ ഭാഷയിലായിരുന്നു സംവദിച്ചത്. അമ്പലക്കുളത്തിലെ പടവുകളിൽ, വഴിയരികിലെ വേലിക്കരികിൽ, എൻ്റെ വരവ് കാത്ത് തുറന്നു കിടക്കുന്ന തെക്കേ മുറിയിലെ ചെറിയ കിളിവാതിലിൽ, ഉത്സവപ്പറമ്പുകളിലെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ, അങ്ങനെ ഒരുപാടിടങ്ങളിൽ അവിടെ കണ്ണുകൾ എന്നെ മാത്രം തിരയുന്നത്, എന്നെ മാത്രം വട്ടമിട്ട് പറക്കുന്നത് ഞാൻ മാറി നിന്ന് ആസ്വദിച്ചിട്ടുണ്ട്. അവിടെ ആ ഒരു നോട്ടം, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തൊടുന്ന ഒരൊറ്റ നോട്ടം. ആ നോട്ടത്തിലുണ്ടായിരുന്നു 1000 ജന്മാവൾക്കായി കാത്തിരിക്കാനുള്ള ഊർജം. അതും പറഞ്ഞ് തിങ്ങി വന്ന സങ്കടത്തിന്റെ ഭാരം അവർക്ക് മുന്നിൽ വീണ്ടും പിടിവിട്ടു പോകുമോ എന്ന പേടിയിൽ വ്യാസൻ പുറത്തേക്ക് പാഞ്ഞു. ദൈവത്തിരി ക്രൂരനാണല്ലേടാ. ക്രൂരന്മാരുടെ പക്ഷം ചേർന്ന് ക്രൂരതകൾ കൂട്ടിൽക്കുന്ന ഒരു ഹൃദയശൂന്യനായ ക്രൂരൻ. ഒരു കാറ്റുപോലെ പുറത്തേക്ക് പോകുന്ന വഴിയും തന്റെ കണ്ണുകൾ മാറ്റാതെ രാഹു തനിക്കരികിൽ നിൽക്കുന്ന രുദ്രനോടായി ഒന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതേ സമയം ഇന്ദ്രൻ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ പുറത്തെ ചുമലിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രോധത്തിന്റെ അളവ് ഉയർന്നുകൊണ്ടാവണം അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വീട്ടിയിട്ടും ഒടുങ്ങാത്ത പകയുടെ ആഴങ്ങളിൽപ്പെട്ട് അവന്റെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും അവനിലെ മകൻ തന്റെ അമ്മയുടെ വേദനകളെ അത്രയും ശിവശങ്കരന്റെ കഴുത്തിൽ തന്റെ വിരലുകൾ അമർത്തി തീർക്കാൻ എന്ന പോൽ കൊതി കൊണ്ടു. മനസ്സിൽ തളം കെട്ടി നിന്ന അമ്മയുടെ നിലവിളി തന്റെ കാതുകളിൽ അവനൊരു കാറ്റായി കേട്ടു തുടങ്ങി. അമ്മേ. ഇന്ദ്രൻ കണ്ണുകളടച്ച് ആ ഭിത്തിയിലേക്ക് ചാഞ്ഞുകൊണ്ട് വളരെ പതിയെ ഒന്ന് മന്ത്രിച്ചു. ഗർഭിണിയായിരുന്ന തന്റെ അമ്മയെ പിച്ച് ചീന്തിക്കൊന്ന ആ മൃഗത്തോട് ഒരു നിമിഷം പോലും ദയ കാണിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഇനി കഴിയുകയുമില്ല. അവൻ ചുമരിലടിച്ച് തന്റെ കൈകളിൽ വേദനയുണ്ടാക്കി. ആ വേദനയിൽ പോലും അവനൊരു സുഖം തോന്നി. ഇതൊന്നും പോരാ, ഈ വേദനയുടെ 1000 മടങ്ങ് അയാൾ അനുഭവിക്കണമെന്ന് അവന്റെ മനസ്സ് ശാഠ്യം പിടിച്ചു. തൽഫലമായി അവന്റെ കണ്ണുകൾ വീണ്ടും ചുവന്നു. ദേഷ്യം, പക, ദുഃഖം, ഈ വികാരങ്ങളുടെ എല്ലാം ഒരു വേലിയേറ്റം അവനെ പതിയെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. ഇനി ശിവശങ്കരൻ തമ്പി അനുഭവിക്കാൻ പോകുന്ന നരകമാണ് ഇന്ദ്രന്റെ അടുത്ത ലക്ഷ്യം. അവന്റെ ശരീരം മുറിവേറ്റാലും മനസ്സ് തളരില്ല. കാരണം അവന്റെ ഉള്ളിൽ എരിയുന്നത് ഒരു പെണ്ണിന്റെ പ്രതികാരമാണ്, ഒരു മകന്റെ പ്രതികാരമാണ്. ഇനിയുള്ള ഓരോ നിമിഷവും അയാൾ തന്നോട് മരണം ഭിക്ഷയായി കിട്ടാനായി കേഴണം. അവൻ മനസ്സിൽ ചിന്തിച്ച അടുത്ത നിമിഷം അവനെ ചിന്തകളിൽ നിർത്തിക്കൊണ്ട് അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്നിരുന്ന ഫോൺ ശബ്ദിച്ചിരുന്നു. ഒന്ന് എടുത്തു നോക്കാതെ തന്നെ അതാരാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. അവൻ തന്റെ കണ്ണുകളടച്ച് ആ ഭിത്തിയിലേക്ക് ചാരിയുന്നുകൊണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്ത് കാതോരം വെച്ചുകൊണ്ട് മിണ്ടാ നിന്നു. ഫോൺ എടുത്തിട്ടും ഒന്നും മിണ്ടാ നിൽക്കുന്നവനറിയെ അവൾ ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചെന്നുകൊണ്ട് പതിയെ അവനെ ഒന്ന് വിളിച്ചു. ഇന്ദ്രേട്ടാ. അവളുടെ ആ പരിങ്ങിയുള്ള വിളി കാതിലേക്ക് എത്തിയതും അതുവരെ അവനെ മതിച്ചുകൊണ്ടിരുന്ന ചിന്തകൾ ഓരോന്നും കൂടഴിഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു. അവൻ വളരെ പതിയെ ഒന്ന് മൂളി. വരുന്നില്ലേ? ആളൊന്ന് വിക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. വരാം. അവൻ കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾക്കുള്ള മറുപടി നൽകി. ഇവിടെ ആരുമില്ല. ഇല്ലത്തമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. ഒരേ ശ്വാസം മുട്ടല്. അവനൊന്ന് മൂളി കേട്ടു.
ഞാനൊരു ഗുളിക കൊടുത്തതാ. പക്ഷേ നീലി അവളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവന്റെ മൃദുവാർന്ന ശബ്ദം അവളെ തേടിയെത്തി. എന്തോ? ഒന്നുമില്ല, വെറുതെ വിളിച്ചോ. നീ ഫോൺ വെച്ചോ, ഞാനങ്ങോട്ട് വരിക. അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. എന്താ പറ്റി? അതിന് മറുപടി അറിയാതെ അവൾ ചോദിച്ചത് അതാണ്. ഒന്നുമില്ലടി, ഞാൻ എത്തി, നീ വെച്ചോ. ഇന്ദ്രേട്ടാ വേഗം വാ. അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അവളുടെ ആ പറച്ചിലും പോക്കും അവനിലൊരു കുളിര് പടർത്തി. ആ സമയത്താണ് തനിക്ക് പിറകിൽ ഒരു നേരത്തെ കാൽപെരുമാറ്റം അവൻ കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന മേഘനെ അവൻ കണ്ടു. ഇന്ദ്രനരികിൽ ആ ചുമരിലേക്ക് ചാരി പുറത്തിരുട്ടിലേക്ക് നോക്കി അവൻ നിന്നല്ലാതെ മേഘനൊന്നും സംസാരിച്ചില്ല. അയാൾ ചത്തില്ലല്ലോ? ഇന്ദ്രൻ അവനോട് തിരക്കി. ഇല്ല, മേഘന അവനെ നോക്കാതെ പറഞ്ഞു. ചാവരുത്, അയാൾ അത്ര പെട്ടെന്ന് അങ്ങനെ ചത്തൊടുങ്ങി ഞാൻ സമ്മതിക്കില്ല. അവൻ തന്റെ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് മുരണ്ടു. നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? അതിനെ അവഗണിച്ചെന്നപ്പോൾ മേഘന്റെ വാക്കുകൾ അവനെ തേടിയെത്തി. അവനതിനൊന്ന് മൂളി. എന്നാ വരാൻ നോക്ക്, ആ പെൺകൊച്ചവിടെ ഒറ്റക്കല്ലേ? അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ ചാവിയുമായി പുറത്തേക്ക് ഇറങ്ങി. മഹി, വണ്ടി ലക്ഷ്യം വെച്ച് നടക്കുന്നവന്റെ കാലുകളെ തടഞ്ഞിരുത്തിക്കൊണ്ട് ഇന്ദ്രൻ വിളിച്ചു. എന്താ? ആ ശവം, അതെന്ത് ചെയ്യാനാ പ്ലാന്? അവൻ മേഘനരികിലേക്ക് വന്നുകൊണ്ട് തിരക്കി. തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, അതിനുള്ള സമയമാകുമ്പോൾ എന്താന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് ചെയ്യാം. അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറിയിരുന്നു. കിട്ടിയോനെയും മോനെ കാണാഞ്ഞാ ആ തള്ള പ്രശ്നം ഉണ്ടാക്കുവോ? മേഘൻ തനിക്കരികിലിരിക്കുന്നവനെ നോക്കാതെ ചോദിച്ചുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത്രക്കൊന്നും നീളില്ല, അതിനുമുമ്പ് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവൻ സീറ്റിലേക്ക് ചാരി തന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയാണ് പൊന്നുമോന്റെ പരാക്രമെങ്കിൽ വൈകാതെ തന്നെ അതുണ്ടാവും. മേഘനൊന്ന് ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നിലേക്ക് എടുത്തു. ഇങ്ങനെ വെടികൊണ്ട പന്നി കണക്കിരിക്കാതെ എഴുന്നേറ്റ് ഓടാ, എനിക്ക് പോയിട്ട് വേറെ പണികളാ. ഗേറ്റ് മുമ്പിൽ വണ്ടി നിർത്തിക്കൊണ്ട് മഹി തനിക്കരികിലിരിക്കുന്നവരെ നോക്കി പറഞ്ഞു. എന്നാൽ അതിന് മറുപടി ഏതും പറയാതെ ഇന്ദ്രൻ അവനെ തലയിരിച്ച് നോക്കി. എന്ത്, ഇനി ഉമ്മറപ്പടിക്ക് വണ്ടി നിർത്തിയാലേ കൊച്ചമ്പ്രാൻ ഇറങ്ങാൻ ഒക്കുന്നുണ്ടോ? വണ്ടിയിൽ നിന്നിറങ്ങാതെ തന്നെ ഈ നോക്കിയിരിക്കുന്നവനെ കാണെ മേഘൻ ചുണ്ടുകൂട്ടി ചോദിച്ചു. ഇത്രയൊക്കെ നടന്നിട്ട് നിന്റെ നാക്ക് മാത്രം എന്താടാ ഉള്ളിലോട്ട് ഇറങ്ങാത്തെ? അതിങ്ങനെ നാൾക്ക് നാൾ നീണ്ടു വരുന്നല്ലാണ്ട് കുറയുന്ന ലക്ഷണമില്ലല്ലോ. ഇന്ദ്രൻ അവനെ നോക്കി ഒരു പുച്ഛഭാവത്തിൽ ചോദിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. എന്റെ നാക്കിന് മാത്രമല്ലടാ നീട്ട കൂടുതൽ, എന്റെ കൈക്കും നല്ല നീട്ടുണ്ട്. എന്തേ, നിനക്ക് കാണണോ? കാണിക്കടാ ഞാൻ. മേഘന അവനെ നോക്കി ഒരു താളത്തിൽ പറഞ്ഞു. ഓ വേണ്ട. ഇന്ദ്രൻ വണ്ടിയിലേക്ക് കൈ ഊന്നിക്കൊണ്ട് അവനെ നോക്കാൻ നിന്നു. എന്നാ പിന്നെ നിന്ന് താളം ചവിട്ടാ വിട്ടു പോവാൻ നോക്കടാ. മനുഷ്യനിവിടെ നടുകളക്കിരിക്കണ നേരത്താ അവന്റെ കോപ്പിലൊരു കൊണയടി. മേഘൻ പല്ലടിച്ചു പറഞ്ഞു. അവന്റെ ഫോൺ ശബ്ദിച്ച് ഒരുപോലെയായിരുന്നു. ആ വിളി വന്ന് അവൻ പറഞ്ഞുകൊണ്ട് കുസൃതി ചിരിയുടെ ഫോൺ എടുത്ത് കാതോരം വെച്ചു. നിങ്ങൾ ഇത് എവിടെയാണോ മനുഷ്യ? രാവിലെ ഇരുന്ന് നോക്കേണ്ടതാ. വീട്ടിലേക്ക് വരണമെന്ന് വിചാരമൊന്നുമില്ല തനിക്ക്? ആ ചെറുക്കനെയും കാണാനില്ല. ഏട്ടനും അനിയനും കൂടി ആന നെഞ്ചത്ത് പങ്കായിട്ടം പോയതാ. ഫോൺ എടുത്ത പാടെ ആൾക്ക് എറിവോടെ ചോദിച്ചു. ഹോ, ഇങ്ങനെ ഫോൺ എടുത്ത പാടെ തൊണ്ട കയറാ നീ ഒന്ന് നിർത്തി ചോദിക്കണ്ട കുഞ്ഞമ്മണി. എന്നാലല്ലേ അതിനൊപ്പിച്ചെനിക്ക് പറയാനൊക്കൂ. എന്ത്? അവൾ സംശയപാത്രത്തിൽ ചോദിച്ചു. നോണ. ഇതേ മനുഷ്യ, ഒരു 5 മിനിറ്റ് കൂടി ഞാൻ നോക്കൂ. എന്നിട്ട് കണ്ടില്ലാച്ചാ നിങ്ങൾക്കുള്ള ചോറ് കാടിപ്പാത്രത്തിലും നിങ്ങൾ ഉമ്മർത്തും കിടക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഹ, നീ ഇതെന്താടി യക്ഷി കുഞ്ഞെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഭീഷണി മുഴക്കുന്നത്? നിന്റെ നാഥൻ ദേ എത്തി. എന്റെ കൊച്ച് തൈലൊക്കെ എടുത്ത് റെഡിയായിട്ട് ഇരുന്നോ. ഇന്നും ഒന്നും നടക്കുന്ന ലക്ഷണമൊന്നുമില്ല. ഇന്നത്തെ പണിയുടെ ആണെന്ന് തോന്നുന്നു. എന്റെ നടു വീണ്ടും പണി വന്നിടി. ഞായി അവൾ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. ബൊമ്മി. അവൻ ചുണ്ട് വിളത്തി വിളിച്ചുകൊണ്ട് നോക്കിയത് കാണുന്നത് തന്നെ നോക്കി അയ്യെന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്ന ഇന്ദ്രനെയാണ്. എന്താടാ? അവനെ ആ നോട്ടം കാണാൻ മേഘൻ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. ഓ, അവൻ അതിനൊന്ന് അവജ്ഞയോടെ നോക്കിയതല്ല ഒന്നും പറഞ്ഞില്ല. ദേ അവിടെ കിന്നരിച്ചിക്കാതെ വരുന്നുണ്ടോ മനുഷ്യ നിങ്ങള്? ഞാതെ വരുവാ. നീ നടക്കലടി വന്നേ. ഇങ്ങനെ വാഴമ്പിണ്ടി കണക്ക് നിൽക്കാതെ അങ്ങോട്ട് മാറിയില്ലടാ കോപ്പെ. അവൻ പറഞ്ഞുകൊണ്ട് ഗിയർ റേഞ്ച് ചെയ്ത് വണ്ടിയെടുത്തു. ലവനീ പറഞ്ഞൊന്നും ബാധകല്ലേ എന്തോ? മേഘൻ മിററിലൂടെ കാണുന്ന ഇന്ദ്രൻ നോക്കി സ്വയം ചോദിച്ചു. മേഘൻ പോയ വഴിയൊന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. എന്തോ അതിനകത്തേക്ക് കടന്നു അവന്റെ മനസ്സ് വീണ്ടും ചൂട് പിടിച്ചു തുടങ്ങി. ആ മുറ്റത്തേക്ക് കാലെടുത്തു വെച്ചതും നല്ലതും ചീത്തയുമായ ആ ഭൂതകാലത്തിലെ പല ഓർമ്മകളും അവനെ തേടിയെത്തി. അവയെല്ലാം അവന്റെ മനസ്സിനെ വീണ്ടും അസ്വസ്ഥമാക്കി. തീവ്രമായ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം. ഒമിത്തിയിലെന്ന പോലെ പുകഞ്ഞിടുന്ന ചില വികാരങ്ങൾ ആളിക്കത്തുന്നതായി അവൻ അറിഞ്ഞു. ഓരോ ചുവടുവെപ്പിലും ഭൂതകാലം ഒരു വീഡിയോ ദൃശ്യം പോലെ അവന്റെ കൺമുമ്പിൽ തെളിഞ്ഞു. മനോഹരമായ ചിരിയുടെ അലകൾ ഉയർത്തിയ നിമിഷങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഹൃദയത്തെ പിളർക്കുന്ന വേദനയുടെയും നഷ്ടത്തിന്റെയും ഭാരം പേറുന്ന കറുത്ത അധ്യായങ്ങൾ.
സന്തോഷത്തിന്റെ വെളിച്ചവും ദുഃഖത്തിന്റെ നിഴലുകളും മാറി മാറി അവന്റെ മനസ്സിൽ ആടിത്തിമിർത്തു. ഈ ഓർമ്മകളെല്ലാം ഒരു ദയവുമില്ലാത്ത വേട്ടക്കാരനെ പോലെ അവന്റെ മനസ്സിനെ വീണ്ടും അസ്വസ്ഥമാക്കി തുടങ്ങി. അവന് നെഞ്ചിരിപ്പ് കൂടുകയും ശ്വാസം മുട്ടുകയും ചെയ്യുന്നതായി അവന് തോന്നി. കാലം മായ്ച്ചു കളഞ്ഞെന്ന് കരുതിയ ഓരോ മുറിവും വീണ്ടും നീറിപ്പുകയാൻ തുടങ്ങി. ഈ മണ്ണിൽ അവശേഷിക്കുന്ന അതിന്റെ ഗന്ധവും സ്പർശവും അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. മുമ്പോട്ട് നടക്കണോ അതോ ഈ മുറ്റത്ത് നിന്ന് തന്നെ തിരിച്ചു പോകണോ എന്ന് അവന് നിമിഷം ചിന്തിച്ചു. ഈ അസ്വസ്ഥതകളോടെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യചിഹ്നം അവന്റെ മനസ്സിൽ ബാക്കിയായി. പോവണം. ഈ നശിച്ച തറവാടും ഇവിടുത്തെ ഓർമ്മകളും എല്ലാം ഇവിടെ ഈ മണ്ണിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പറിച്ചുനടൽ അത് അത്യാവശ്യമാണ്. അവൻ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. കുറച്ചു കഴിഞ്ഞതും ആ വാതിൽ തുറന്നുകൊണ്ട് അവന് മുമ്പിൽ പ്രത്യക്ഷയായി. അവൻ അവളെ നിന്ന് നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും അവന്റെ ചെവിയിലെത്തുന്ന താഴത്തെ മുറിയിൽ കേൾക്കുന്ന തൊണ്ട കുത്തിയുള്ള ചുമയുടെ ശബ്ദമാണ്. ഇല്ല തമ്മയ്ക്ക് തീരെ വയ്യേന്ദ്രേട്ടാ, ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ? മുകളിലേക്ക് കയറാൻ നിന്നവൻ ആ മുറിയുടെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുക്കാം. വേണ്ട, അവൾ പറഞ്ഞുകൊണ്ട് അടുക്കള ലക്ഷ്യം വെച്ച് നടക്കാൻ ഒരുങ്ങിയതും അവന്റെ ശബ്ദം അവളുടെ ആ പ്രവൃത്തിക്ക് തടതീർത്തുകൊണ്ട് അവളുടെ കാതുകളെ തേടിയെത്തി. അത് കേട്ടതും അവളൊന്ന് എത്തി വിളിച്ച് അവനെ നോക്കി. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, നീ കഴിച്ചിട്ട് വാ, ഞാനൊന്ന് കുളിക്കട്ടെ. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. പുറത്തുനിന്ന് കഴിച്ചെങ്കിൽ അതൊന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞാലെന്താ സിംഹത്തിന്? ഇതിപ്പോ ഇതിനെ നോക്കിയിരുന്ന മനുഷ്യന്റെ വയറ് കാഞ്ഞ മിച്ചം. അവളൊന്ന് ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന സാരി തുമ്പ് ഇടുപ്പിലേക്ക് തിരികെ അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. എന്റെ പൊന്ന് ഭാര്യയെ, നീ എന്താണ് എന്നും ഈ സാമ്പാർ വെച്ച് മനുഷ്യന്റെ ആമാശയം കലക്കുന്നത്? ഒരു ചേഞ്ചിന് നിനക്ക് വല്ല പുളിശ്ശേരിയോ എരിശ്ശേരിയൊക്കെ വെച്ചാലെന്താടി? മേം ചോദിച്ചുകൊണ്ട് ഒരു കയ്യിൽ സാമ്പാർ കോരി വീണ്ടും തന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നാൽ അവൾ അവനെ കൂർപ്പിച്ച് നോക്കിയിരുന്നല്ലാതെ അതിന് മറുപടി പറഞ്ഞില്ല. നീ ഇങ്ങനെ ഞാൻ എന്തു പറഞ്ഞാലും കണ്ണൂർപ്പിച്ച് നോക്കാതെടി പൊന്നെ. നീ ഇങ്ങനെ നോക്കിയാ ഞാനൊരു സാഹസികനായത്. ഇപ്പോഴാണെങ്കിൽ സാഹസിക്കാൻ പറ്റിയ സമയവും. ആ നടുവിന് കൈ താങ്ങിയൊന്ന് ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ, നിങ്ങൾക്ക് കിട്ടണം. ആൾ പറഞ്ഞുകൊണ്ട് അവന്റെ പ്ലേറ്റിലേക്ക് ഒരു കരണ്ടി ചോറ് കൂടി വിളമ്പിക്കൊടുത്തു. യോ, നീ എന്നെ തീറ്റിച്ചൊല്ലാൻ നോക്കുകയാണേടി. ഇങ്ങനെ നിന്നാലേ ഞാൻ വയറ് പൊട്ടി ചാവും. ചോറ് കഴിക്കാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങളിങ്ങനെ സാമ്പാർ കൊണ്ട് കുളം കുത്തിരിക്കുന്നേ? എന്റെ സാമ്പാറിന് കുറ്റം പറഞ്ഞിട്ട് പാത്രം മൊത്തം അതാണല്ലോ. ആൾ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ എന്റെ കൊച്ചി രാവിലെ തന്നെ ആ പുകയും ചൂടും മൊത്തം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അപ്പൊ പിന്നെ ഞാൻ കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാടി? അവൻ പറഞ്ഞുകൊണ്ട് ഒരു പിടി അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. ഞാൻ കഴിച്ചതാ. അവൾക്കത് കഴിക്കണമെന്നുണ്ടായിട്ടും അല്പം ഗമ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഹ, ഭർത്താവ് ഇങ്ങനെ ഊട്ടാൻ റെഡിയായി നിൽക്കുമ്പോ അതിന് നീ ഇങ്ങനെ പുറം കൈ കൊണ്ട് തട്ടാതി ബൊമ്മി. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വായിലേക്ക് ആ ഉരുള വെച്ചു കൊടുത്തു. പിന്നെ ദോഷം പറയുന്നില്ല, എന്റെ ഭാര്യയുടെ കൈ കൊണ്ട് ഇത്തിരി ഉപ്പും മുളകും ചാലിച്ച് തന്നാലും അതിനൊട്ടുക്കത്തെ ടേസ്റ്റാ. അവൻ പറഞ്ഞുകൊണ്ട് ഒരു പിടി വായിലേക്ക് വെച്ചു. ആ പറഞ്ഞത് അവൾക്കൊന്ന് സുഖിച്ചെങ്കിലും അതവൾ പുറത്ത് കാണിക്കാതെ ഒതുക്കി. രുദ്രനും അമ്മാവനൊക്കെ എവിടെ? നേരെ ഇത്രയായിട്ട് അവനെന്താ വരാത്ത? അവനെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഉച്ചയ്ക്ക് എപ്പോഴും 2 വറ്റ് വാരി തിന്നിട്ട് ഓടിയതാ അവൻ. അവൾ പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു. അവരിന്ന് വരില്ല, കുറച്ച് പണിയുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് പാത്രമെടുത്ത് എഴുന്നേറ്റു. ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഇനി എന്ത് ജോലിയാ? അത് ഈ പാതിരാത്രി. അവൾ അവന് പുറകെയുള്ള മറ്റു പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് നടക്കുന്നതിൽ ചോദിച്ചു. കുറച്ച് കണക്ക് നോക്കാനുണ്ടടി. അവൻ പറഞ്ഞുകൊണ്ട് കഴിച്ച പാത്രം കഴുകിക്കൊണ്ടിരുന്നു. കണക്ക് നോക്കാനോ അതോ കണക്ക് തീർക്കാനോ? അവൾ അവനരികിലേക്ക് നീങ്ങിന്ന് അല്പം വലിച്ചു നീട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവൻ തന്നെ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചൊന്ന് പയ്യെ ചിരിച്ചു. നാഥാ. ആ ചിരിയിലേക്ക് നോക്കിയെന്നുണ്ട് അവൾ അവനെന്ന് വിളിച്ചു. എന്തോ? അവൻ അവളെ നോക്കാതെ വിളി കേട്ടുകൊണ്ട് കയ്യിലെ പാത്രം അവിടെ അടുക്കി വെച്ചിരുന്ന മറ്റു പാത്രങ്ങൾക്കിടയിലേക്ക് വെച്ച് മുഖവും വായും കഴുകാനായി അവിടെ ഒരു അരികി ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന വാഷ് ബേസിനരികിലേക്കായി നടന്നു. ഞാൻ ചോദിച്ച ഇയാൾ കേട്ടില്ലേ? അവൾ പറയുന്നതിനൊപ്പം മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നവനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. കേട്ടു. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ തിരികിരുന്ന സാരി തലപ്പ് വലിച്ചെടുത്തുകൊണ്ട് അതിൽ മുഖം തുടച്ചു. എന്നിട്ട് ഇയാളെന്തൊന്നും പറയാത്തേ? അവളവന്റെ കയ്യിൽ നിന്ന് ആ തട്ടിപ്പറിച്ചുകൊണ്ട് ചൊടിയോടെ തിരക്കി. തീർക്കേണ്ട കണക്കൊക്കെ നല്ല വൃത്തിക്ക് തീർക്കുന്നുണ്ടടി. അവൻ പറഞ്ഞുകൊണ്ട് അവൾ ആ ചുമരിലേക്ക് ചേർത്ത് നിർത്തി കഴുത്തിലേക്ക് മുഖം ചേർത്ത് ആഞ്ഞൊന്ന് ശ്വസിച്ചു. അപ്പൊ അയാൾ ചത്തോ? ഇത്ര പെട്ടെന്ന് അയാളെ കൊന്നോ? ആൾ വിശ്വസിക്കാനാവാതെ അവനോട് ചോദിച്ചു. അവൻ വിലങ്ങനെ തലചലിപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് അവളുടെ തോളിൽ പയ്യൊന്ന പല്ലമർത്തുന്നതിനൊപ്പം കൈകൾ അവളുടെ സാരിക്കിടയിലൂടെ അകത്തെ ചൂട് തേടി തന്റെ സഞ്ചാരപാത ആരംഭിച്ചിരുന്നു. നാഥാ. അവന്റെ കൈകളെ രണ്ടും പിടിച്ചു വെച്ചുകൊണ്ട് അവളൊരു ശാസ്ത്രിയുടെ സ്വരത്തിൽ വിളിച്ചു.
അവനൊന്ന് മൂളി അവളുടെ കഴുത്തിൽ ഇടതടവില്ലാതെ ചുംബനങ്ങൾ അർപ്പിച്ചു. അവനെ ആ നീക്കത്തിൽ അവളൊന്ന് ഇക്കിളിയെടുത്തുകൊണ്ട് പിടഞ്ഞതും അവളുടെ പിടച്ചിലും ചിരിയും ആസ്വദിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളെ ചുംബിച്ച് വശം കെടുത്തിക്കൊണ്ടിരുന്നു. മോളെ ഭുവി, ആ കോശവം വന്നോ കുട്ടി? ആളിൽ നിന്നുള്ള ചന്ദ്രാസന്റെ ശബ്ദം കേട്ടതും അവളുടെ പിടച്ചിൽ കുറച്ചുകൂടി അധികമായി. നാഥാ, മുത്തശ്ശൻ. അവൾ തന്നെ നെഞ്ചിലേക്ക് മുഖമിഴക്കാൻ ഒരുങ്ങുന്നവനെ പിടിച്ചു വെച്ചുകൊണ്ട് പിടപ്പോടെ പറഞ്ഞു. അവനൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ നെഞ്ചിൽ ചെറുങ്ങനെയൊന്ന് കടിച്ചു. മോളെ. ആ മുത്തശ്ശ. ആളൊന്ന് വിറച്ചുകൊണ്ട് വിളിയേട്ടു. ആ ചെറുക്കൻ വന്നോ? ആ വന്നു. അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്റെ സാരി വലിച്ചു മാറ്റാൻ ഒരുങ്ങുന്നവന്റെ കൈ പിടിച്ചു വെച്ച് അവന്റെ സമൃദ്ധമായ തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആ മുഖം മാറിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി. ആ എന്താ ഞാൻ കിടക്കാട്ടോ മോളെ, അയാൾ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അവളത് പറയുന്നതിന് മുന്നേ അവന്റെ ചുണ്ടുകൾ അവളുടേതിന് സ്വന്തമായിരുന്നു. അടുക്കളയിലെ ജോലിയെല്ലാം ഒതുക്കി മുകളിലെ മുറിയിലേക്ക് വന്നവൾ കാണുന്നത് കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് എന്തോ കാര്യമായ ചിന്തയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ദ്രനെയാണ്. ഒരു കൈ തലച്ചായമായി കിടക്കയുടെ മൂലയിൽ താങ്ങിയിട്ട് മറ്റേ കൈ നെഞ്ചിന് മുകളിൽ, കണ്ണുകൾ അകലെ ഏതോ ഒരു ബിന്ദുവിൽ കുടുങ്ങിയ പോലെ. മുറിയിൽ പരന്നിരിക്കുന്ന അന്ധകാരം അത് അവനിൽ ഒരുപോലെ പടർന്നിരിക്കുന്നു എന്നവൾ മനസ്സിലാക്കി. അവരുടെ ശ്വാസം പോലെ എണ്ണാവുന്ന വിധം നിശബ്ദത അവിടെ നിറഞ്ഞു. എന്തെങ്കിലും ആലോചിച്ചു കൂട്ടുന്നത് എന്നൊരു ചോദ്യം അവളുടെ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു. അവനൊരിക്കൽ കൂടി നോക്കിയ ശേഷം അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് വന്നു നിന്നു. ശേഷം അമ്മ കെട്ടിയ മുടി അഴിച്ചു വിടർത്തിയിട്ട് അത് കൈകൊണ്ട് കോതിയൊതുക്കാൻ തുടങ്ങി. അതിനിടയിൽ കണ്ണുകൾ ഇടയ്ക്കിടെ കിടക്കൽ കിടക്കുന്നവരിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇപ്പോഴും പഴയ അതേ ഭാവം തന്നെയെന്ന് കാണെ അവൾ അവനരികിലേക്ക് നടന്നു. നാളെ ആ വൈദ്യരോടൊന്ന് വരാൻ പറയണം കേട്ടോ ഇന്ദ്രേട്ട. ഇല്ലത്തമ്മയ്ക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ദ്രേട്ടൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് വൈദ്യരെ വിളിച്ചാൽ മതിയെന്ന്. ആൾ അവനോട് പറഞ്ഞുകൊണ്ട് മുടി പിന്നീട്ട് കെട്ടിവെക്കാൻ തുടങ്ങി. ഇന്ദ്രേട്ടന്റെ ചെറിയച്ഛനെയും മുത്തശ്ശി. നീലി. ആൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവന്റെ വിളി വന്നു. ആൾ മുടിയിൽ നിന്ന് കൈമാറ്റാതെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അവളെ നോക്കാതെ കണ്ണിന് കുറെ കൈവച്ച് കിടക്കുകയാണ് അവൻ. നാളെ വൈകിട്ട് നമ്മൾ അട്ടപ്പാടിക്ക് തിരികെ പോകും. നീ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് എടുത്തു വെച്ചോ. അവൻ മുഖത്ത് വെച്ചിരിക്കുന്ന കൈമാറ്റി അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ഇതെന്താ ഇത്ര പെട്ടെന്ന്? ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങോട്ടേക്ക് മടങ്ങി പോകാൻ മാത്രം എന്തുണ്ടായി? ആൾ തനിക്കുള്ളിൽ തോന്നിയ സംശയം അതേപടി അവനോട് മറച്ചു വെക്കാതെ ചോദിച്ചു. അത് കേൾക്കെ കണ്ണിന് കുറുകെ വെച്ചിരുന്ന തന്റെ വലതു കൈ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ അവളെ നോക്കി. ആ കണ്ണുകളിലെ ചെറു ചുവപ്പ് നിറം അത് അവളുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ പിടിച്ചെടുത്തിരുന്നു. നീയല്ലേ പറഞ്ഞ് നിനക്കിവിടെ നിൽക്കണ്ടെന്ന്? അവൻ അവളെ നോക്കി ഭാവം ഏതും കൂടാതെ ചോദിച്ചു. അവന്റെ ആ മറുപടികൾക്ക് അവളുടെ കണ്ണുകളൊന്നും വിടരാതിരുന്നില്ല. കാരണം അത്രമേൽ ഇവിടെ നിന്നൊരു മോചനം അവളുടെ മനസ്സ് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് നാളെ ഒത്തിരിയായി. പിന്നീടാണ് സൗദാമിനിയുടെ കാര്യം അവളുടെ ഓർമ്മയിലേക്ക് വന്നത്. ഇവിടെ ആരുമില്ലാത്ത ഈ സാഹചര്യത്തിൽ അവരിവിടെ തനിച്ചാക്കിയിട്ട് പോയാൽ നാട്ടുകാരെന്തായിരിക്കും ചിന്തിക്കുക എന്ന കാര്യം ഓർമ്മയിൽ തെളിഞ്ഞു. അത് ഇന്ദ്രേട്ടാ, ഇല്ലത്തമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ പോയാലെങ്ങനെയാ? യാത്ര പോയവരൊക്കെ എപ്പോൾ തിരികെ വരുമെന്നുകൂടി അറിയില്ല. അതിൻ്റെ ഇടയിൽ അവരിവിടെ ഇട്ടിട്ട് പോകാൻ നോക്കുമോ? എത്ര ദുഷ്ടത്തരം കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ഇന്ദ്രേട്ടൻ്റെ മുത്തശ്ശിയല്ലേ, ആളുകൾക്ക് പറഞ്ഞു രസിക്കാൻ പിന്നെ അത് മതി. അവൾ അവനോട് അല്പം വിമിഷ്ടത്തോടെ തന്നെ പറഞ്ഞു. ആളുകൾ എന്ത് കരുതെന്ന് വിചാരിച്ച എന്റെ തീരുമാനങ്ങൾക്കൊന്നിനും ഇതുവരെ ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. ഇതും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. നാളെ വൈകിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു. തിരിച്ചവിടുന്ന് ഒരു മടങ്ങിയ വരവ് അതിനി അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. അവൻ പറയുന്നയാൾക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ തീരുമാനം അവൻ എടുക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. മനസ്സിൽ കുരുങ്ങിയ 1000 ചോദ്യങ്ങൾ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തിക്കൊണ്ട് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. തന്നെ നോക്കിയിരിക്കുന്നവളുടെ ഉള്ളിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ചോദ്യങ്ങൾ അറിഞ്ഞിട്ടെന്ന പോൽ അവൻ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. അവൾ ഇരുന്ന ഇരിപ്പിൽ തന്നെ അവനെ നെഞ്ചിലേക്ക് തലയായിച്ചു. ഇപ്പൊ ഒന്നും ചോദിക്കരുത് എന്നോട്. ഇവിടെ നിന്ന് പോയതിനു ശേഷം ഒരു രാത്രി ഇതുപോലെ നിന്നിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ഞാൻ എല്ലാം പറയാം. അതുവരെ ഒന്നും നീ എന്നോട് ചോദിക്കില്ലേ വേണ്ടേ? അവൻ വളരെ നേർമയായി പറഞ്ഞുകൊണ്ട് അവളുടെ മൂർധാവിലേക്ക് തന്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു. അതിന്റെ മൃദുലതയിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു. ആ ചുംബനത്തിന്റെ ചൂട് തലമുടിയിലൂടെ പടർന്നിറങ്ങുന്നത് അവൾ അറിഞ്ഞു. അകമാകിയ ഒരു കുളിർ, പുറത്ത് മഴ വീഴാൻ തുടങ്ങിയതുപോലെ ഒരു ശബ്ദം മാത്രം അവിടെ ആകെ തങ്ങി നിന്നു. അവൻ അവളിൽ പതിഞ്ഞിരുന്ന ചുണ്ടുകൾ അടത്തി മാറ്റിക്കൊണ്ട് തന്നെ നെഞ്ചിൽ തലയായിച്ചിരിക്കുന്നവളെ നോക്കി. ആ മുഖം ഒരു നിമിഷം മുഴുവൻ അവന്റെ ആത്മാവിൽ കൊത്തിയിടാൻ ആഗ്രഹിച്ച പോലെ അത്രയും ശാന്തമായിരുന്നു. അവൾക്കറിയാം അവൻ പറയാതെ വെച്ചിരിക്കുന്നത് എന്തായാലും അതൊരിക്കലും നല്ലതൊന്നും ആവില്ലെന്ന്. കുതിച്ചുയരുന്ന അവന്റെ ഹൃദയതാളം മാത്രം മതിയായിരുന്നു അവൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ. നാളെ നമ്മൾ പോകുന്നതിന് മുന്നേ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കാണണം. അവനവളുടെ മുടിയിലൂടെ വിരൽ പായിക്കുന്നതിൽ പറഞ്ഞു.
എന്തോ അത് കേട്ടതും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൾക്കുള്ളം ചെറുതായി ഒന്ന് പിടയുക തന്നെ ചെയ്തു. അത് തിരിച്ചറിഞ്ഞെന്ന പോൽ അവൻ ഒരിക്കൽ കൂടി അവളുടെ നെറ്റിയിൽ തന്നെ ചുണ്ടു പതിപ്പിച്ചു. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. ഈ സാഹചര്യം നീ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഞാൻ നേരത്തെ തന്നെ നിനക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലേ. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ചിന്ത? ഒരു നിമിഷം രണ്ടുപേരും തമ്മിൽ നോക്കി നിന്നു. തമ്മിൽ പറയാനൊന്നുമില്ല. പറയേണ്ടതെല്ലാം ആ കണ്ണുകൾ പറഞ്ഞു കഴിഞ്ഞ പോലെ. തൽക്കാലം ഒന്നും ചിന്തിച്ചുകൊണ്ടുണ്ടോ, ഉറങ്ങിക്കോ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്തണച്ച് ആ തലയിലൂടെ വിരൽ പായിച്ചു. അവളുടെ നയനങ്ങൾ അപ്പോഴും ഒന്നും അറിയാതെ തൊട്ടിലിൽ സുഖനിദ്രയിലാണ്ട് പോയ കുഞ്ഞിൽ തന്നെ തങ്ങി നിന്നു. നാളെ മുതൽ ആ കുഞ്ഞു ശരീരം തന്നിൽ നിന്ന് അകലുകയാണെന്ന ചിന്ത അവളിൽ നോവ് പടർത്തി തുടങ്ങുന്ന അവൾ അറിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.